ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ PYQ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. എപ്പിസോഡ് 9 ആണ്, 2021. അപ്പോൾ ഇന്ന് ബജറ്റ് ആൻഡ് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ ബജറ്റ് ആൻഡ് ഫിസിക്കൽ പോളിസിയുടെ ഒരു നെക്സ്റ്റ് റൗണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. ഡാഷ് ഈസ് ദ സെൻട്രൽ പർച്ചേസിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെൻട്രൽ പർച്ചേസിംഗ് ഓർഗനൈസേഷൻ ഏതാണ്? DGS ആൻഡ് ഡി, DGA, DGP, DGD. ഇതിലേതാണ് ഇന്ത്യയുടെ സെൻട്രൽ പർച്ചേസിംഗ് ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ DGS ആൻഡ് ഡി ആണ്, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽസ് വാസ് ദ സെൻട്രൽ പർച്ചേസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഓർഗനൈസേഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റ് കേട്ടിട്ടുണ്ടാവും. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ DGS ആൻഡ് ഡി ആയിരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽ ആയിരുന്നു ഇന്ത്യയുടെ സെൻട്രൽ പർച്ചേസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഫംഗ്ഷൻ അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അടിയിലായിരുന്നു വർക്ക് ചെയ്ത് ഉണ്ടായിരുന്നത്. ഇറ്റ്സ് പ്രൈമറി റോൾ വാസ് ടു ഹാൻഡിൽ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ഫോർ വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ടു എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി. ഇനി ഇതിനകത്ത് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫേസ്ഡ് ഔട്ട് ഇൻ 2017-18 വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻസ് ലാർജ്ലി റീപ്ലേസ്ഡ് ബൈ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് GEM ടു എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് അഥവാ GEM-ലേക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. ഡാഷ് ഇസ് ദ പോളിസി ഓഫ് എ ഗവൺമെന്റ് ഇസ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇന്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന പോളിസി നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഫിസിക്കൽ പോളിസി ആണോ, മോണിറ്ററി പോളിസി ആണോ, ഇൻഡസ്ട്രിയൽ പോളിസി ആണോ, ഓർ എക്സിം പോളിസി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എക്സിം അഥവാ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയാണ്. ദ എക്സിം പോളിസി ഓർ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി കണ്ടെയ്ൻസ് ദ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് established by the Director General of Foreign Trade DGFT for the matters related to the import and export of goods in India. പ്രധാനമായിട്ടും എന്താണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസിയാണ് ഇത് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് അണ്ടർ ദ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഇൻക്രീസ് എക്സ്പോർട്സ്, ജനറേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സ്റ്റിമുലേറ്റ് ഇക്കണോമിക് ഗ്രോത്ത്. പ്രധാനമായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ജനറേറ്റ് ചെയ്യുക, ഇക്കണോമിക് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നൗ മോർ കോമൺലി റെഫേർഡ് ടു ആസ് ഫോറിൻ ട്രേഡ് പോളിസി. ഫോറിൻ ട്രേഡ് പോളിസിയിലാണ് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്ത് കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് പോളിസി എന്നും പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് കടക്കാം. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈസ് ദ എക്സിം പോളിസി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ എക്സിം പോളിസി ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുന്നത് എത്ര വർഷത്തേക്കുള്ള ഒരു പോളിസി ആയിട്ടാണ്? 5, 7, 10, 15 ഇതിൽ ഏതാണ് ഇപ്പോൾ ഒരു എക്സിം പോളിസി ഫോർമുലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം പീരീഡ് വരെ അത് ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്ന ആൻസർ 5 ആണ്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈസ് ദ എക്സിം പോളിസി നൗ നോൺ ആസ് ദ ഫോറിൻ ട്രേഡ് പോളിസി ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷത്തേക്കാണ് സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ട്രഡീഷണലി ദ പോളിസി ഈസ് ഫോർമുലേറ്റഡ് ഫോർ എ 5-year ടേം ടു പ്രൊവൈഡ് എ സ്റ്റേബിൾ ആൻഡ് ലോങ് ടേം ഫ്രെയിംവർക്ക് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്. എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും വെച്ച് നോക്കുമ്പോൾ ലോങ് ടേം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു 5 വർഷമാണ് സാധാരണഗതിയിൽ പറയാറ്, ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ എന്താ പറയുക സ്റ്റേബിൾ ആയിട്ട് പോളിസി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. While a broad policy lasts for 5 years, it is usually reviewed annually to make necessary adjustments based on the global economic ചേഞ്ചസ് ആൻഡ് ഡൊമസ്റ്റിക് റിക്വയർമെൻറ്റ്. സാധാരണഗതിയിൽ ഒരു എക്സിം പോളിസി നടപ്പിലാക്കുന്ന 5 വർഷത്തേക്കാണെങ്കിലും ഇതിനകത്തുനിന്ന് ചേഞ്ചസ് വരാം. ആനുവലി ഇത് റിവ്യൂ ചെയ്യാറുണ്ട്. അന്നേരം ഉണ്ടാകുന്ന സെനാരിയോ നമുക്കിപ്പോൾ തന്നെ അറിയാം. ഒരുപാട് വാർ സെനാരീസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന വാർ സെനാരിയോയിൽ ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിനനുസരിച്ച് പോളിസിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താം. ബ്രോഡ് പോളിസി 5 വർഷമാണെങ്കിൽ ആനുവലി റിവ്യൂ മീറ്റിംഗ് ചെയ്തിട്ട് ഇതിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് കടക്കാം. ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ, അതായത് നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? കോൺട്രാക്ട് റൂൾ ഓഫർ ക്ലോസ്. കോൺട്രാക്ട് റൂൾ ഓഫർ ക്ലോസ്. നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്ന A ഒക്കെ നമ്മൾ കോൺട്രാക്ട് ആണ്. അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ അത് കോൺട്രാക്ട് എന്ന പേരിലാണ് വരിക. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ഇന്ത്യയിലുണ്ടായിരുന്ന നേരത്തെ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വന്ന കോൺട്രാക്ട് ആക്ട് 1872 എ കോൺട്രാക്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെന്റ് ആണ്, ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ അത് കോൺട്രാക്ട് ആയിട്ട് മാറും. ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ബെറ്റർ യു ക്യാൻ ലുക്ക് അറ്റ് ദ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് പ്രോമിസ് ആണ്. നമ്മളൊരു പ്രപ്പോസൽ ഒരു സംഭവം മുന്നോട്ട് വയ്ക്കുകയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റൻസ് വരുന്ന സമയത്ത് പ്രോമിസ് ആയിട്ട് മാറും. ചെയ്യുമ്പോൾ നിയമപ്രകാരം അത് എൻഫോഴ്സ്ഡ് അല്ല. പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ, നമ്മൾ ഈ പ്രോമിസ് ചെയ്ത ഒരു കാര്യത്തിന് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് ആയിട്ട് മാറുന്നു, അല്ലേ? ഒരു പേപ്പർ വർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ എഗ്രിമെന്റ് ആയിട്ട് മാറ്റുന്നു. ഇത് എൻഫോഴ്സിബിളി ലോ ആണെങ്കിൽ നിയമപ്രകാരം ഇത് എന്ത് ചെയ്യും, നമുക്ക് ചലഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതൊരു കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്.
അപ്പോൾ പ്രോമിസും എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും ഉണ്ട്. നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ച് അത് അക്സെപ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് അത് പ്രോമിസ് ആയിട്ട് മാറുന്നു. പ്രോമിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എഗ്രിമെൻ്റ് ആയിട്ടും ഈ എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആലോചിക്കുക, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് എക്കണോമിക്സിൽ വരുന്ന ക്വസ്റ്റൻ അല്ല, ഇതൊരു സ്പെഷ്യൽ എക്സാമിന് നടന്ന എക്കണോമിക്സിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ ജനറൽ എക്സാമിന് ചോദിച്ചതാണെന്നുള്ള രീതിയിൽ ടഫായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. വെൽ എവറി കോൺട്രാക്ട് ഇസ് എൻ എഗ്രിമെന്റ്. നമ്മൾ പുറകിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ കോൺട്രാക്റ്റും ഒരു എഗ്രിമെന്റ് ആണ്. പക്ഷേ നോട്ട് എവറി എഗ്രിമെന്റ് ഇസ് എ കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റിലേക്ക് വരത്തില്ല, കാരണം അതെല്ലാം എഗ്രിമെന്റുകളും എൻഫോഴ്സിബിളി ബൈ ലോ അല്ല. ഫോർ ആൻ എഗ്രിമെന്റ് ടു ബിക്കം എ കോൺട്രാക്ട് ഇറ്റ് മസ്റ്റ് മീറ്റ് സർട്ടൻ ലീഗൽ റിക്വയർമെന്റ്സ്. അപ്പോൾ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആണെങ്കിൽ ചില ലീഗൽ റിക്വയർമെന്റ്സ് അതിനുണ്ട്. സച്ച് എ ഫ്രീ കൺസെന്റ്, ദ കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ് ആൻഡ് എ ലോഫുൾ ഒബ്ജക്ട്. If the law can recognize and enforce the promise made, it can be officially a contract. അപ്പം നിയമത്തിന് അത് നമ്മളൊരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുക, കോൺട്രാക്ട് എന്ന് വിളിക്കാൻ പറ്റുന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് കടക്കാം. വരുമാനം കൂടുതലും ചെലവ് കുറയ്ക്കും കാണിക്കുന്ന ബജറ്റ് ഏതാണ്? പലതരത്തിലുള്ള ബജറ്റുകളുണ്ട് നമുക്കറിയാം അല്ലേ. കമ്മി ബജറ്റ് ഉണ്ട്, സന്തുലിത ബജറ്റ്, ധന ബജറ്റ് എന്ന് പറയുന്നത് ജനറലി ഔട്ട്വേർഡ് ടൈമാണ്. മിച്ച ബജറ്റ്, ഇതിൽ കമ്മിയാണോ മിച്ചമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈക്വൽ അല്ലല്ലോ. വരുമാനം കൂടുതലും ചെലവ് കുറവാണ്. വരുമാനം കൂടുതലാകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. പൈസ ബാലൻസ് ഉണ്ടാവുന്നത് നമ്മൾ എന്ത് വിളിക്കും? മിച്ചമാണ് അല്ലേ. പൈസ മിച്ചമാണ്. കുറവാണെങ്കിൽ അതിനെ നമുക്ക് കമ്മി എന്ന് വിളിക്കാം. ഇത് മിച്ചമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? മിച്ച ബജറ്റ് അഥവാ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ മിച്ച ബജറ്റ് എന്ന് വിളിക്കാം. ഒരു നിശ്ചിത സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റിന്റെ പ്രതീക്ഷിക്കുന്ന വരുമാനം അതിന്റെ ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണ് മിച്ച ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് കടക്കാം. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ FRB ആക്ടും 2003 അനുസരിച്ച് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യത വേണം. ഇതിലേതാണ് FRBM ആക്ട് പ്രകാരം ശരിയായി വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ FRBM ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ധനക്കമ്മി GDPയുടെ 5% കുറയണം. റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാവണം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യത വേണം. 1, 2 മാത്രമാണോ, 2, 3 മാത്രമാണോ, 1, 3 മാത്രമാണോ, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ FRBM ആക്ട് പ്രകാരം ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരപ്രകാരം 2, 3 ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5% കുറയ്ക്കണം. ഈ പറഞ്ഞ പ്രസ്താവന തെറ്റാണ്, കാരണം അത് 3% ആണ് അല്ലേ. FRBM ആക്ട് പ്രകാരം, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 3% ആക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നതിൽ ഒന്ന്. അപ്പോൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ് പൂർണ്ണമായും ഇല്ലാതാക്കണം. ഇത് ശരിയാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കാലഘട്ടങ്ങളിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതാണ്. ഗവൺമെന്റിന്റെ റവന്യൂ കമ്മി 0% എത്തിക്കുക എന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ജനറൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലായിടത്തും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും സുതാര്യത വേണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് അപ്പോൾ തന്നെ അസ്യൂം ചെയ്യാൻ പറ്റും. സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളിലും ബജറ്റ് മാനേജ്മെന്റിലും കൂടുതൽ വ്യക്തതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ 5% അല്ല, FRBM പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് 3% മാത്രമാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് കടക്കാം. ദ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതിലെ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ് എന്താണ്? സപ്ലൈ, പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഡിമാൻഡിന്റെ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ്, ഡിമാൻഡിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സപ്ലൈ ആണോ, പ്രൈസ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഇതിൽ കമ്പയറബിൾ ആയിട്ടുള്ള പല എലിമെന്റ്സ് വരാം, പല ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, ബെസ്റ്റ് ആൻസർ എടുക്കുക. പല എലിമെന്റ്സും നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ടച്ച് തോന്നിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇത് ശരിയാണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ദ ബെസ്റ്റ് ആൻസർ ആണ് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അല്ല ഓപ്ഷൻ ബി പ്രൈസ് ആണ് ഏറ്റവും നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആൻഡ് ഫണ്ടമെന്റൽ ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഡിമാൻഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പ്രൈസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് ഗവേൺഡ് ബൈ ദ ലോ ഓഫ് ഡിമാൻഡ്. അത് എന്താണ് പറയുന്നത്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. All the factors being equal, as the price of a good increases, the quantity of demand increases. വില കൂടുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന സാധനമാണെങ്കിൽ പോലും വില കൂടുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും? ഡിമാൻഡ് നേരെ തിരിച്ചു വരും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് വിലയും ഡിമാൻഡും തമ്മിൽ. ഡിമാൻഡ് കൂടുകയോ കുറയോ ചെയ്യുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് വില കുറവ് വിൽക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് ചാടി വീഴും അല്ലേ. നമുക്ക് എപ്പോഴും വില കുറഞ്ഞ സാധനങ്ങളാണ് വേണ്ടത്. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതല്ലാത്ത ചില ഗുഡുകളുണ്ട് അല്ലേ. നമ്മൾ പലതരത്തിലുള്ള ഗുഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിഫൻ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഗുഡുകളുണ്ട്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ വില എന്ന് പറയുന്നത് ഡിമാൻഡിനേക്കാളും നേരെ ഓപ്പോസിറ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. Conversely, as the price decreases, the quantity of demand increases. Direct impact. While all other factors like consumer income, taste, and the price of related goods also influence demand,
പ്രൈസ് ഈസ് ദ പ്രൈമറി വേരിയബിൾ ദാറ്റ് ട്രിഗേഴ്സ് ആൻ ഇമ്മീഡിയറ്റ് ചേഞ്ച് ഇൻ ദ കൺസ്യൂമേഴ്സ് പർച്ചേസിംഗ് ഡിസിഷൻ. അപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പലതരം ഘടകങ്ങൾ ഉണ്ട് അല്ലേ. നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഇൻകം, അവരുടെ ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പർച്ചേസിംഗ് പവർ കൂടാം, ടേസ്റ്റ് അവരുടെ എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളനുസരിച്ച് കൂടാം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ചായയും കാപ്പി വാങ്ങിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് അനുസരിച്ചിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് പ്രിഫറൻസ് ഒക്കെ വരാം. അപ്പോൾ പലതരം പ്രിഫറൻസുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എപ്പോഴും തന്നെയായിരിക്കും ഈ പ്രൈസ് ഓഫ് ദ ഗുഡ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, വില തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 കടക്കുകയാണെങ്കിൽ, ടാക്സ് ചാർജ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്നാണ് ടാക്സ് ആദ്യമായിട്ട് ചാർജ് ചെയ്യപ്പെട്ടത്? 1962, 1961, 1860, 1960. അപ്പോൾ 1962-ലാണോ 61-ലാണോ 1860-ലാണോ 1960-ലാണോ? അപ്പോൾ ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചോദിച്ചിരിക്കുന്നത് ടാക്സ് ചാർജ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ടാക്സ് ചാർജ് ചെയ്തത് എവിടെയാണ് എന്നാണ്. അപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കാം. ആൻസർ നമുക്ക് നോക്കാം. 1860, ഓപ്ഷൻ സി ആണ് ഉത്തരം. എന്തുകൊണ്ടാണ്? Income tax was introduced in India for the first time in July 24, 1860 by Sir James Wilson. അപ്പോൾ സർ ജെയിംസ് വിൽസൺ ആണ് ആദ്യമായിട്ട് ഈ ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ഹു വാസ് ദ ഫസ്റ്റ് ഫിനാൻസ് മെമ്പർ ഓഫ് ദ വൈസ്രോയ്സ് കൗൺസിൽ. അന്നത്തെ കാലത്ത് വൈസ്രോയ്സ് കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ഫിനാൻസ് മെമ്പർ ആയിരുന്നു ആര്? നമ്മുടെ ജെയിംസ് വിൽസൺ. ഇന്ത്യയിലെ ബജറ്റിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? ജെയിംസ് വിൽസൺ ആണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഇതിലെ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. റീസൺ ഫോർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടാക്സ് വാസ് ഇംപ്ലിമെന്റഡ് ടു മീറ്റ് ദ ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസസ് സസ്റ്റെയിൻഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡ്യൂറിംഗ് ദ റിവോൾട്ട് ഓഫ് 1857. അപ്പോൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇന്ത്യക്ക് ഉണ്ടായപ്പോൾ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടാക്സ് വഴി കുറെ കാലം പിരിച്ചെടുക്കണം എന്നൊരു കാര്യം മുന്നോട്ട് വെച്ച ആളായിരുന്നു ജെയിംസ് വിൽസൺ. അങ്ങനെയാണ് 1860 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടാക്സ് പിരിക്കാനായിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Because of this historical event, July 24 is celebrated annually in India's Income Tax Day. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡേ ആയിട്ട് ആക്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ഈ പറഞ്ഞ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജൂലൈ 24-നാണ്. മോഡേൺ കോൺടാക്സ് നോക്കുകയാണെങ്കിൽ, വൈൽ ദ ടാക്സ് സ്റ്റാർട്ടഡ് ഇൻ 1860, ദ കറന്റ് ഗവേണിംഗ് ലോ ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. നിലവിൽ ഇന്ത്യയിലെ ടാക്സിനെ ഗവേൺ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 ആണ്. 1961 വന്ന ഇൻകം ടാക്സ് ആണ് ഇന്ത്യയിൽ നിലവിലുള്ള ടാക്സുകളെ ഗവേൺ ചെയ്യുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത്. വിച്ച് കെയിം ഇൻ ഫോഴ്സ് ഓൺ April 1, 1962, വിച്ച് ഓഫൺ കോസസ് കൺഫ്യൂഷൻ വിത്ത് അതർ ഓപ്ഷൻസ്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 തന്നെയാണ്. എന്നാൽ ഇൻകം ടാക്സ് ആക്ട് വരുന്നത് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെങ്കിൽ 1961-ലാണ്. അല്ലെങ്കിൽ നിലവിലെ ടാക്സിന് റെഗുലേറ്റ് ചെയ്യുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 കടക്കുകയാണെങ്കിൽ, ഫോം ഇഷ്യൂഡ് ഫോർ TDS ഓൺ സാലറി അല്ലേ. TDS ഓൺ സാലറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഫോം ഏതാണ്? ഫോം 16 ആണോ, ഫോം 16A ആണോ, ഫോം 12BA ആണോ, ഫോം 10A ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടാക്സ് റിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ് നമ്മൾ TDS എന്ന് പറയാം. അപ്പോൾ ഇതിന് സാലറി ആയിട്ട് ബേസ് ചെയ്തിട്ട് ഇത് ഏത് ഫോമാണ് ഇതിന് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫോം 16 ആണ് അല്ലേ. ഓപ്ഷൻ എ ഫോം 16 ആണ്. ഫോം 16 is a certificate issued by an employer to its employees. ഒരു എംപ്ലോയർ ജോലി കൊടുക്കുന്ന ആൾ സാലറി കൊടുക്കുമ്പോൾ ആ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഫോമാണ് അല്ലെങ്കിൽ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു ഫോമാണ് ഫോം 16 എന്ന് പറയുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് ദ സാലറി പെയ്ഡ് ആൻഡ് ദ ടാക്സ് റിഡ്യൂസ്ഡ് അറ്റ് സോഴ്സ് TDS ഓഫ് എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് തന്നെ ടാക്സ് എത്ര റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാം. സാലറി സ്ലിപ്പിൽ തന്നെ കാണിക്കും. അപ്പോൾ ആ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കാണിക്കുന്നത് ഫോം 16-ലാണ്. ഫോം 16-ലാണ്. ഫോം 16 സ്പെസിഫിക്കലി ഫോർ സാലറി ഇൻകം. സാലറി ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഫോം 16 കൊടുക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. പാർട്ട് എ സമ്മറി ഓഫ് ടാക്സ് ഡിപ്പോസിറ്റഡ് അല്ലേ. സമ്മറി ഓഫ് ടാക്സ് ഡിപ്പോസിറ്റഡ് എത്ര ടാക്സ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. പാർട്ട് ബി ഉണ്ടാവും ബ്രേക്കപ്പ് ഓഫ് സാലറി ഡിഡക്ഷൻസ് ആൻഡ് ടാക്സ് കമ്പ്യൂട്ടേഷൻ. ടാക്സ് കമ്പ്യൂട്ടേഷൻ എങ്ങനെയായിരുന്നു, സാലറിയുടെ ബ്രേക്കപ്പ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ഡിഡക്ഷൻസ് എത്ര നടത്തിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് എയിലും ബിയിലും ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോം 16 ആണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഈ ഫോം 16A ആണെങ്കിൽ ദിസ് ഈസ് യൂസ്ഡ് ഫോർ TDS ഓർ ഓൺ ഇൻകം അതർ ദാൻ സാലറി. ഇനി സാലറി അല്ലാത്ത മറ്റു ഇൻകങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് TDS നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഇൻകത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻകം അല്ലാത്ത മറ്റ് വരുമാനങ്ങളുണ്ടെങ്കിൽ അത് ഫോം 16A ഉൾപ്പെടുത്തുക. അതായത് ഇൻട്രസ്റ്റ് ഏൺഡ് ഫ്രം ബാങ്ക് ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇൻഷുറൻസ് കമ്മീഷൻ ഓർ റെൻറ്റ്. പ്രധാനമായിട്ട് റെൻറ്റ് ഇൻകത്തിൽ നിന്നോ ഇൻഷുറൻസ് കമ്മീഷനിൽ നിന്നോ ഇനി ബാങ്കിൽ FD ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിലൊക്കെ ഉള്ള ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിലുള്ള TDS എന്ന് പറയുന്നത് ഫോം 16A പ്രൊവൈഡ് ചെയ്യുക. ഫോം 16A പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്തരം പറഞ്ഞതുകൊണ്ട് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻസ് 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഫോം 12BA എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പെർക്വിസൈറ്റ്സ് അഡീഷണൽ ബെനിഫിറ്റ്സ് ലൈക്ക് എ കമ്പനി കാർ. നമ്മൾ പെർക്സ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ജോലി കിട്ടുന്ന സമയത്ത് അഡീഷണൽ എത്ര പെർക്സ് ഉണ്ട് എന്നുള്ള സാലറിക്ക് പുറമെ എത്ര പെർക്സ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ലൈക്ക് ഒരു കമ്പനി കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പെർക്വിസൈറ്റ്സ് അഥവാ പെർക്സ് എന്ന് നമ്മൾ പറയാം.
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഏത് ഫോമിലായിരിക്കും ഉൾപ്പെട്ടിട്ടുണ്ടാവുക? ഫോം 12BA ഫോം 12BA പ്രൊവൈഡ് ബൈ ദ എംപ്ലോയർ വിച്ച് ഈസ് ഓഫൺ യൂസ്ഡ് അലോങ് സൈഡ് ഫ്രം ഫോം 16. ഫോം 16ന്റെ കൂടെ നമ്മൾ ഫോം 12BA കറന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഫോം 10A പറഞ്ഞാലോ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്. പ്രധാനമായിട്ടും എന്താ പറയുക, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയോ റിലീജിയസ് ട്രസ്റ്റിൻ്റെയോ ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ പ്രധാനമായിട്ടും ഫോം 10A ആയിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലേ? ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് ആയിരിക്കും. Essentially, if you are a salaried individual in India, Form 16 is a primary document where you need to file your income tax returns. നമ്മൾ പലതരം ഫോമുകളുടെ കാര്യം പറഞ്ഞു. ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാലറിയിലുള്ള ഡിഡക്റ്റഡ് സോഴ്സ് ഒക്കെ കാണിച്ചിരിക്കുന്നത് ഫോം 16 അപ്പോൾ ഇതിലാണ് നമ്മൾ ഇൻകം ടാക്സ് ഫയലൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക, നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ബാക്കി ഫോംസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോം 16 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം 16 ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുക. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം അവർ സാലറി ഇൻകം എന്ന് പറയുന്നത് ഫോം 16 ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ് നമ്പർ 10. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീത്, മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമില്ലാത്ത മൂലധന രസീത്, വരുമാന ഇടിവ് മൈനസ് പലിശ അടച്ച തുക, മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് മൂലധന രസീതുകൾ. ഇതിലേതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്ന് പറയുന്നത്? മുഴുവൻ ചിലവ്, മുഴുവൻ വരുമാന രസീതുകൾ, കടമല്ലാത്ത മൂലധന രസീത്. നമ്മൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗവൺമെന്റ് മൊത്തത്തിൽ എടുക്കുന്ന കടത്തിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ അവരുടെ ബാക്കി ചെലവുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരവും ചെലവും കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു തുക കടമായിട്ട് എടുക്കേണ്ടി വരും. നിലവിൽ പറഞ്ഞ കടം എടുക്കുന്നതിനെയാണ് നമ്മൾ ജനറൽ എന്ത് പറയാം? ധനക്കമ്മി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് ആകെ ചിലവും ആകെ വരുമാനവും കടം ഒഴികെയുള്ള ബാക്കിയുള്ള വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ എന്ത് പറയാം? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയാം. അപ്പോൾ ഒഴിവാക്കി കഴിയുമ്പോൾ മിച്ചം വരുന്ന എന്താണ്? കടം മാത്രമാണ്. ഇതിന് ലളിതമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും റവന്യൂ റെസിപ്റ്റ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് മൊത്തത്തിലുള്ള റെസിപ്റ്റുകൾ എടുക്കേണ്ട, ചെലവുകൾ മുഴുവൻ എടുക്കണം, വരവുകൾ മുഴുവൻ എടുക്കേണ്ട, റവന്യൂ റെസിപ്റ്റുകൾ എടുത്തിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റെസിപ്റ്റിനെ മൊത്തം എടുക്കുന്നില്ല, പകരം നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റുകൾ മാത്രമേ, കടം ഉണ്ടാക്കാത്ത ക്യാപിറ്റൽ റെസിപ്റ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കടം അഥവാ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള റെസിപ്റ്റുകളാണ് കിട്ടുക. അതിനാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള ഡെഫിസിറ്റുകളുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുക. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൊത്തം ചെലവുകളിൽ നിന്ന് വരുമാനത്തിന്റെ റവന്യൂ വരുമാനങ്ങളും പിന്നെ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലാത്ത ക്യാപിറ്റൽ റെസിപ്റ്റുകൾ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? കടമായിട്ട് വരുന്നു. ഇത് ഫിസിക്കൽ ഡെഫിസിറ്റിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു? വരുന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ്റെ അടിയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ PYQ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലത്തെ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.